ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 794 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നഹൂം 1 അധ്യായം 7 തിരുവചനമാണ്. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. കപ്പൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് എവിടെയാണ്? അത് കരയിലിരിക്കുമ്പോൾ തന്നെയാണ്. എന്നാൽ കപ്പൽ നിർമ്മിക്കുന്നതിൻ്റെ ഉദ്ദേശം കരയിൽ സൂക്ഷിക്കുക എന്നുള്ളതല്ല, കടലിൽ ഇറക്കി സഞ്ചരിക്കുവാനായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അന്നേരം കാറ്റും കോളും നിറഞ്ഞതായ അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട്. പ്രിയമുള്ളവരെ, സമാനമായ സാഹചര്യത്തിൽ നമ്മുടെ ജീവിതമാകുന്ന കപ്പലും മുന്നോട്ട് പോകേണ്ടതായി വരും. അവിടെ കാറ്റും കോളും നിറഞ്ഞതായ സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. അപ്പോൾ തളരാതെ തകരാതെ മുന്നോട്ട് പോകണമെങ്കിൽ, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണമെങ്കിൽ ദൈവാനുഗ്രഹം ആവശ്യമാണ്. പ്രിയമുള്ളവരെ, വചനം പറയുന്നുണ്ട്, തന്നിൽ ശരണം പ്രാപിക്കുന്നവരെ, ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു എന്ന്. ശ്രേഷ്ഠ ഗുരുവായ ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകം എന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ആരംഭിക്കുന്നത് ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ്. അവസാനിക്കുന്നതാകട്ടെ സുഖം എന്ന പദത്തിലാണ്. ദൈവത്തിൽ ആശ്രയിച്ച് തുടങ്ങുന്നവന് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സുഖവും അനുഭവിക്കുവാനായിട്ട് സാധിക്കുമെന്ന് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ശരണമായ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ദൈവം നമ്മെ അറിയുകയും നമ്മെ കരുതുകയും വഴി നടത്തുകയും ചെയ്യും. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അങ്ങയിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുവാനും അങ്ങയിൽ നിന്ന് കരുണയും നന്മകളും പ്രാപിക്കുവാനും തക്കവണ്ണം എന്നെയും യോഗ്യനാക്കി തീർക്കുമാറാകണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.